ഈസി ക്ലാസ്സസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ധാരാളം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം ബിസിനസ്സിൽ പരാജയപ്പെട്ട നിരവധി പേരെ നമുക്കറിയാമല്ലോ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാവുന്ന ചില ബിസിനസ്സുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തേതാണ് മൈക്രോ ഗ്രീൻസ്. മൈക്രോ ഗ്രീൻസിൻ്റെ പോഷകമൂല്യത്തെപ്പറ്റി ഇന്ന് ധാരാളം പേർക്ക് അറിയാം. എന്നാൽ മൈക്രോ ഗ്രീൻസ് നമുക്ക് കടകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ഒന്നും മേടിക്കാനായി കിട്ടുന്നില്ല. നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ചെറുപയർ മുളപ്പിച്ചത്, കടല മുളപ്പിച്ചത്, ഉലുവ മുളപ്പിച്ചത് എന്നിവ നമുക്ക് ഉണ്ടാക്കാം. ഇത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മൈക്രോ ഗ്രീൻസിൻ്റെ വിളവ് 7 മുതൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭിച്ചു തുടങ്ങും. ഇവ വൃത്തിയായി കഴുകി പായ്ക്ക് ചെയ്ത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലൂടെയോ കടകളിലൂടെയോ എന്തിനേറെ പറയുന്നു ഹോട്ടലുകളിലൂടെ വരെയും നമുക്ക് ഇത് വിപണനം ചെയ്യാനായി സാധിക്കും. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നല്ല മാർജിൻ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മൈക്രോ ഗ്രീൻസിൻ്റെ ബിസിനസ്. രണ്ടാമതായി ഓൺലൈൻ ട്യൂഷൻസ്. 1.5 വർഷമായി വിദ്യാലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണെന്നുള്ള വിവരം അറിയാമല്ലോ. വിദ്യാർത്ഥികളുടെ പഠനത്തെ സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററുകൾ നടത്താവുന്നതാണ്. ഗൂഗിൾ മീറ്റ്, സൂം എന്നീ ആപ്ലിക്കേഷനുകൾ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാനായി സാധിക്കും. ഇതിനാദ്യമായി ചെയ്യേണ്ടത് വളരെ ആകർഷകമായ രീതിയിലുള്ള പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നതാണ്. പരസ്യത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമായും ഉണ്ടായിരിക്കണം. പരസ്യം കണ്ട് ആകൃഷ്ടരാകുന്ന രക്ഷിതാക്കൾ നിങ്ങളെ ബന്ധപ്പെടുകയും 1 മണിക്കൂറിന് 300 മുതൽ 1000 രൂപ വരെ ചാർജ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഓൺലൈൻ ട്യൂഷൻസ് നടത്താനും സാധിക്കും. അടുത്തതാണ് ബ്ലോഗിംഗ്. നിങ്ങൾ എഴുതാനും വായിക്കാനും ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സുവർണ അവസരമാണ് സ്വന്തമായി ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നത്. ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമായ ബ്ലോഗറിൽ നിങ്ങൾക്ക് ഫ്രീ ആയി തികച്ചും സൗജന്യമായി തന്നെ ബ്ലോഗിംഗ് തുടങ്ങാവുന്നതാണ്. നിങ്ങൾ ഇതിനായി നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു വിഷയം കണ്ടെത്തുക. ഉദാഹരണം, നിങ്ങൾക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ പാചകം ചെയ്യുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്ന ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇംഗ്ലീഷ് അനായാസേന എങ്ങനെ പഠിച്ചെടുക്കാം എന്നതിനെപ്പറ്റി വേറൊരു ബ്ലോഗ് തുടങ്ങുക. ഇങ്ങനെ ബ്ലോഗ് തുടങ്ങിയാൽ നിരവധി പേർ നിങ്ങളുടെ ബ്ലോഗിൽ, അതായത് വെബ്സൈറ്റിൽ സന്ദർശിക്കുകയും തൽഫലമായി ഗൂഗിൾ ആഡ്സെൻസ് മുഖേന നല്ല ഒരു വരുമാനം, മാസം 1 ലക്ഷം രൂപ വരെ, ചിലപ്പോൾ അതിന് മുകളിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സമ്പാദിക്കാൻ സാധിക്കും. ഓർക്കുക, കഠിനാധ്വാനവും സ്ഥിരതയും വേണ്ട ഒരു ജോലിയാണ് ബ്ലോഗിംഗ്. അടുത്തതായി പിക്കിൾ മേക്കിംഗ്. നിങ്ങൾക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയുമോ എങ്കിൽ നിങ്ങൾക്ക് മീൻ, ഇറച്ചി, പച്ചക്കറികൾ മുതലായവ അച്ചാറാക്കി മാറ്റാം. ഇത്തരം അച്ചാറുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ കൊടുക്കാം. നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകൾ വഴിയും ചെറിയ ചെറിയ കടകൾ വഴിയും ഇവ അനായാസേന വിറ്റഴിക്കാൻ സാധിക്കും. കൂടാതെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴിയും മറ്റും നിങ്ങൾക്ക് പിക്കിൾ സെല്ല് ചെയ്യാനായി സാധിക്കും. വളരെ നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കി തരുന്ന ഒരു മേഖലയാണ് പിക്കിൾ മേക്കിംഗ്. അടുത്തതായി, അന്യനാടുകളിൽ ധാരാളം മലയാളികൾ താമസിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ മുതലായ നിരവധി പേർ ഇന്ത്യയുടെ അകത്തുള്ള സംസ്ഥാനങ്ങളിലും പുറം രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നു. ഇവർക്ക് ആവശ്യമായ വസ്തുക്കൾ ഒന്നോർക്കുക, നിയമവിരുദ്ധമല്ലാത്ത അവരാവശ്യപ്പെടുന്ന വസ്തുക്കൾ, ഉദാഹരണം ചില ബുക്കുകളാകാം, അല്ലെങ്കിൽ അച്ചാറുകളാകാം, അല്ലെങ്കിൽ മറ്റ് ചില ഭക്ഷണ സാധനങ്ങളോ മരുന്നുകളോ, ചില മതപരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങളോ, ഇവയൊക്കെ നിങ്ങൾക്ക് അവർക്ക് കൊറിയറായി അയച്ചു കൊടുക്കാം. അങ്ങനെ കൊറിയറായി അയച്ചു കൊടുക്കുമ്പോൾ
നിങ്ങൾക്ക് അവരിൽ നിന്ന് ചെറിയൊരു സർവീസിംഗ് ചാർജ് ഈടാക്കാം. വളരെയധികം ഡിമാൻഡുള്ള ഒരു ബിസിനസ് ആണിത്.